മഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൈഫൈ പാസ്വേഡ് മോഷ്ടിക്കുന്നത് എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ വൈഫൈക്ക് ഇട്ടിരുന്നാലും അതെല്ലാം ഹാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ കൂടുതൽ സേഫാക്കി വെക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് മറ്റുള്ളവർ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മാക് ഫിൽറ്ററിങ്. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സ് അഥവാ ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഡിവൈസിനും, മൊബൈലിനായാലും കമ്പ്യൂട്ടറിനായാലും മാക് അഡ്രസ്സ് ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് റൈറ്റ് സൈഡിൽ കോർണറിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്ന് ചേഞ്ച് അഡാപ്റ്റർ ഓപ്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ അഡാപ്റ്റർ ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ വൈഫൈയുടെ അഡാപ്റ്റർ ഓപ്ഷൻ എടുത്ത് അതിന് ശേഷം സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഡീറ്റെയിൽസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് അഥവാ മാക് അഡ്രസ്സ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അറിയാൻ പറ്റും. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കണക്റ്റഡ് ആയിരിക്കുന്ന നെറ്റ്വർക്കിൽ പ്രോപ്പർട്ടീസ് എടുത്ത് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാലും ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഫിസിക്കൽ അഡ്രസ്സ് നമ്മൾ ഒരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മൊബൈലിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ മൊബൈലിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് സെറ്റിങ്സ് എന്നുള്ളിടത്ത് മാക് അഡ്രസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ വൈഫൈ മാക് അഡ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വൈഫൈ മാക് അഡ്രസ്സിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വൈഫൈ മാക് അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളെങ്ങനെയാണ് മാക് ഫിൽറ്റർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ആദ്യം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മുടെ വൈഫൈയുടെ സെറ്റിങ്സിലേക്ക് പോകണം. അതിനായി നമ്മൾ 192.168.1.1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ മോഡത്തിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നോട്ട് ചെയ്തിട്ടുണ്ടാവും. തൊട്ട് ഭാഗത്തായിട്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അവിടെ ഉണ്ടാകും. ആ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. അവിടെ ഇല്ലെന്നുള്ളതിൽ നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്ററെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അപ്പോൾ യൂസർ നെയിമും അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡുണ്ട്, അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വൈഫൈ അഡാപ്റ്ററിൻ്റെ അതായത് മോഡത്തിൻ്റെ സെറ്റിങ്സിലേക്കാണ് നമ്മൾ ചെന്നത്. അതിൽ നമ്മളിപ്പോൾ കാണുന്ന ആ വിൻഡോയിൽ നിന്ന് നേരെ ഏറ്റവും മുകളിലായി കാണുന്ന ടാബ് സ്റ്റാറ്റസ് നെറ്റ്വർക്ക് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഓപ്ഷൻസാണ് താഴെ കാണുന്നത്. അതിൽ തൊട്ട് താഴെയായി അതിൻ്റെ സബ് ഫോൾഡറായിട്ട് വന്നിരിക്കുന്നതിൽ WLAN എന്ന ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇടത് സൈഡായിട്ട് WLAN സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഉണ്ടാകും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വിൻഡോയിൽ നിന്ന് പ്രീ ഷെയർഡ് കീ എന്നുള്ളിടത്താണ് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പ്രീ ഷെയർഡ് കീ എന്നുള്ളിടത്ത് ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ പുതിയ കീ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
നമുക്ക് മാക് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റ്വർക്കിൻ്റെ തൊട്ടടുത്തുള്ള ടാബായ സെക്യൂരിറ്റിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സബ് ടാബിൽ നിന്ന് മാക് ഫിൽറ്ററിംഗ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ള വിൻഡോയിൽ നമ്മൾ മാക് ഫിൽറ്റർ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്തതിന് ശേഷം ഫിൽറ്റർ മോഡ് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ വൈറ്റ് ലിസ്റ്റ് ആക്കി കൊടുക്കുക. അതായത് വൈറ്റ് ലിസ്റ്റാണ് നമ്മൾ നമ്മുടെ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് തൊട്ട് താഴെ ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ മാക് അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സ് ഇതിനകത്തോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന മാക് അഡ്രസ്സാണ് അവിടെ വൈറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നത്. വൈറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്ന ഡിവൈസിന് മാത്രമേ നമ്മുടെ മോഡത്തിൽ നിന്ന് വൈഫൈ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ചെയ്ത് കൊടുക്കുന്ന വൈറ്റ് ലിസ്റ്റിലോട്ട് നമ്മൾ ഈ മാക് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡിവൈസുകളിൽ മാത്രമേ പിന്നീട് ഇൻ്റർനെറ്റ് കണക്റ്റ് ആവുകയുള്ളൂ. അത് വൈഫൈ ആയാലും വയേർഡ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വയേർഡ് ഡിവൈസിന് അല്ല, നമ്മളിപ്പോൾ വൈഫൈ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വൈഫൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാക് അഡ്രസ്സിങ് ഫിൽറ്ററിങ് നടക്കുന്നത്. അതിനുശേഷം സേവ് ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്മുടെ മാക് അഡ്രസ്സ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് ഒന്ന് ലോഗ് ഔട്ട് ചെയ്യുക. വേറെ ഏതെങ്കിലും ഡിവൈസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഒരു മൊബൈലിൻ്റെതും ഒരു കമ്പ്യൂട്ടറിൻ്റെയും മാക് അഡ്രസ്സ് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഡിവൈസും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ലോഗ് ഔട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വൈഫൈ പാസ്വേഡ് റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാക് ഫിൽറ്ററിങ്, അതായത് മാക് അഡ്രസ്സ് കൊടുത്തിട്ടുള്ള സിസ്റ്റത്തിലും മൊബൈലിലും അല്ലാതെ വേറെ ഒരു ഡിവൈസിലും നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയാണ് നമ്മൾ മാക് ഫിൽറ്ററിങ് നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് സേഫായിട്ട് നമ്മുടെ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.